PSC നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ്. ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ പർപ്പസ്, ഒന്നാമത്തത് ബേസ്ഡ് ഓൺ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ, രണ്ടാമത്തത് ബേസ്ഡ് ഓൺ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള 4 തരത്തിലുള്ള സെന്റൻസുകളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഈ 4 ടൈപ്സ് ഓഫ് സെന്റൻസ്, പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ 4 ടൈപ്സ് ഓഫ് സെന്റൻസ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തത് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്, അതായത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരുന്ന സെന്റൻസുകളാണ് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. എക്സാമ്പിൾ ആയി പറഞ്ഞാൽ ദിസ് ഈസ് എ കാർ എന്ന് പറയുന്നത് ഒരു അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. രണ്ടാമത്തേത് ഇമ്പറേറ്റീവ് സെന്റൻസ്, അതിന്റെ ഓർഡർ, റിക്വസ്റ്റ്, കമാൻഡ് ഒക്കെയാണ് അതിൽ വരുന്നത്. പ്ലീസ്, കൈൻഡ്ലി പോലുള്ള വാക്കുകളിൽ തുടങ്ങുന്ന സെന്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള സെന്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സ്. അതിൽ WH ക്വസ്റ്റ്യനും വരും, yes or no ക്വസ്റ്റ്യനും വരും. ഒന്നാമത്തത് WH ക്വസ്റ്റ്യൻ, രണ്ടാമത്തത് yes or no ക്വസ്റ്റ്യൻ. അതായത് WH ക്വസ്റ്റ്യനിൽ വാട്ട്, വേർഡ് തുടങ്ങിയ വേർഡ്സിൽ ആരംഭിക്കുന്നതാണ് WH ക്വസ്റ്റ്യൻസ്. yes or no ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ yes അല്ലെങ്കിൽ no ആൻസർ ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് yes or no ക്വസ്റ്റ്യൻസിൽ വരുന്നത്. നാലാമത്തത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എക്സ്ക്ലമേഷൻ വേർഡ്സ്, എക്സ്ക്ലമേഷൻ സിമ്പൽ വരുന്ന വേർഡ്സ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഓരോ ടൈപ്പും പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.